കൃഷ്ണപുരം ആസ്ഥാനമായുള്ള അകമ്പുറം ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവൽ നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. ദയാവധം മുഖ്യ വിഷയമാകുന്ന നോവലിനെപ്പറ്റി പ്രസിദ്ധ കോളമിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ ഡോക്ടർ GR സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തി. എം മുകുന്ദൻ ചടങ്ങിന് സന്ദേശം നൽകി. കൃഷ്ണപുരം ആസ്ഥാനമായുള്ള അകമ്പുറം ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവലായ നിങ്ങൾ ചർച്ച ചെയ്തു. ദയാവധം മുഖ്യ വിഷയമാകുന്ന നോവലിനെ കുറിച്ച് പ്രസിദ്ധ കോളമിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ ഡോക്ടർ സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തി. ഈ നോവലിൽ പറയുന്ന ALS അമൈലോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന അസുഖവും ആക്ച്വലി അത് രോഗമാകുമ്പം തന്നെ അതൊരു മെറ്റാഫോറിക്കലായിട്ടുള്ള ഒരു രൂപകം കൂടിയാണ് ഈ നോവൽ. അത് ഭയങ്കര മുകുന്ദൻ എന്തുകൊണ്ടാണ്, ഞാൻ ആദ്യം വായിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ അസുഖം തന്നെ എന്തുകൊണ്ട് ഈ നോവൽ, എത്രയോ അസുഖങ്ങളുണ്ട്, ദയാവധം മാത്രമാണ് കാണിക്കേണ്ടതെങ്കിൽ ദയാവധം മാത്രം കാണിക്കുന്ന ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ അല്ലേ, ക്യാൻസർ ഉണ്ട്, എന്തെല്ലാം അസുഖങ്ങൾ. പക്ഷെ അദ്ദേഹം സെലക്ട് ചെയ്തത് ALS അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന രോഗമാണ്. ആ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗം എന്ന് വെച്ചാൽ ഇതാണ്, രോഗം തലച്ചോറിലെയും നമ്മുടെ സുഷുമ്ന നാഡിയിലെയും നാഡീകോശങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ദ്രവിച്ചു പോകുന്ന അസുഖമാണ്. നോവലിൽ പറയുന്ന കറക്റ്റ് ദ്രവിച്ചു പോയിട്ട് അവസാനം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹം ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. അവസാനം ശ്വാസം പോലും വലിക്കാൻ പറ്റാതെ എടുക്കാൻ പറ്റത്തില്ല, ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ ആൾ മരിച്ചു. പക്ഷേ ആ മനുഷ്യൻ്റെ പ്രജ്ഞ, ഇന്ദ്രിയാനുഭവം ഇൻടാക്റ്റ് ആയിരിക്കും. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ആ ഇന്ദ്രിയാനുഭവം വളരെ സജീവമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് 2 തരത്തിലുള്ള നെർവസ് സിസ്റ്റം ഉണ്ട്, നമുക്ക് 2 അല്ല 3 തരത്തിലുണ്ട്. അതിലൊരു തരത്തിലുള്ള നെർവസ് സിസ്റ്റത്തെ മാത്രമേ ഈ അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് ബാധിക്കുന്നുള്ളൂ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഞാൻ പറഞ്ഞല്ലോ, സെൻസറി സിസ്റ്റം എന്നൊരു സാധനമുണ്ട്. അതായത് ഇപ്പം ഇത് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് മോട്ടോ ന്യൂറോൺസിനെയാണ് ബാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് അഫക്റ്റ് ചെയ്യും. എം മുകുന്ദൻ സന്ദേശം നൽകി. കൃഷ്ണപുരം അകമ്പുറം ചർച്ചാവേദി നിങ്ങൾ എന്ന നോവൽ ചർച്ച ചെയ്യുന്ന വിവരം അറിഞ്ഞ് വളരെ സന്തോഷിക്കുന്നു. ഈ നോവൽ ഞാൻ അവസാനമായി രചിച്ച കൃതിയാണ്. പ്രത്യക്ഷത്തിൽ അതിൻ്റെ വിഷയം ദയാവധമാണ്. അതിനപ്പുറം അതിൻ്റെ അന്തർധാരകളായി മറ്റു പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ പ്രധാനമായും ദയാവധമാണ് അതിൻ്റെ വിഷയം. ഒരിക്കലും സുഖപ്പെടില്ല എന്ന് നമുക്കറിയാവുന്ന രോഗം നമ്മളെ ബാധിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും അവസ്ഥകൾ നമ്മളെ ബാധിക്കുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതിലേറെ എത്രയോ നല്ലതല്ലേ ഒരു മോചനം അവർക്ക് നൽകുക എന്നുള്ളത്, ദയാവധത്തിൽ കൂടെ ഒരു മോചനം. ഇന്ന് ഒരു എഴുത്തുകാരനും ഇങ്ങനെയുള്ളൊരു ശീർഷകം തൻ്റെ പുസ്തകത്തിന് നൽകുവാൻ കഴിയില്ല. സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിന് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. എഴുത്തുകാരന് സ്വാതന്ത്ര്യമില്ല. ഈ വിഷയവും ഈ നോവലിൽ പരാമർശിക്കുന്നുണ്ട്. അതിനപ്പുറമായിട്ട് നമ്മൾ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യമാണ് നമ്മുടെ മതേതരത്വം. എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ ജീവിച്ചു വേണം നമ്മൾ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം. ഈ വിഷയവും ഈ നോവൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ നോവൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കും, നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ സാധിക്കും. സുദർശനൻ ആലുംപൂട്ടിൽ, MR ജീവൻലാൽ, പ്രേംജിത്ത് കായംകുളം, സുരേഷ് വർമ്മ, ഭദ്രൻ കാർത്തിക, ജേക്കബ് ഉമ്മൻ, വാത്തിശ്ശേരിൽ മനോഹരൻ, ബെൻസി മൂലവീട്ടിൽ, G അനി, രഞ്ജൻ മാത്യു, K ലേഖ, D പ്രസാദ്, വർഗീസ്, P സുമേഷ് കുമാർ, പ്രണവും ശ്രീകുമാർ, ഷമീർ ഹരിപ്പാട് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.